ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ ഒരു സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം റിലീസായിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ഒരു സൂപ്പർ ഹീറോ ഇൻ ഫീമെയിൽ വേർഷൻ വരാൻ പോകുന്ന സിനിമയാണ് ലോക എന്ന് പറയുന്നത്. ഈ ഒരു പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ സിനിമ ഒരു പ്രേക്ഷകരുടെ ഇടയിൽ ഒരു ഹൈപ്പ് നേടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ആ ഒരു ഹൈപ്പ് ഹൈ ആയി. അതായത് ഓണത്തിന് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സിനിമയും ലോക തന്നെയാണ്. ആ ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അത് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വെറുതെ അങ്ങൊരു സൂപ്പർ ഹീറോ വരുന്നതല്ല, നേരെ മറിച്ച് അതിന് വ്യക്തമായ ഒരു കാരണം ഉണ്ടായിരിക്കും. ഈ ഒരു സൂപ്പർ ഹീറോ എന്ന് പറയുന്ന അല്ലെങ്കിൽ അമാനുഷിക കഴിവുള്ള ഒരു വ്യക്തി നമ്മുടെ ഇടയിൽ വരണമെങ്കിൽ അതിന് പിന്നിൽ ഒരു വ്യക്തമായ കഥ വേണം. എങ്കിലേ ആ ഒരു സൂപ്പർ ഹീറോ സിനിമകളെല്ലാം സക്സസ് ആകത്തുള്ളൂ. ഇതിനു മുമ്പിൽ നമ്മൾ പല സൂപ്പർ ഹീറോ സിനിമകളും കണ്ടതാണ്. ഇപ്പം ബാറ്റ്മാൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നാൻ കാര്യം അത് തന്നെയാണ്. അദ്ദേഹം വെറുമൊരു സൂപ്പർ ഹീറോ അല്ല, നേരെ മറിച്ച് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ ഒരു ചുറ്റുപാടിനെ ബേസ് ചെയ്ത് അയാൾ സൂപ്പർ ഹീറോ ആവുന്നതാണ്. അതാണ് ഒരു അമാനുഷികത എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വരാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും ഈ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ ഒരു ഇത്. ഈ വേഫർ ഫിലിംസിൻ്റെ ഒരു യൂണിവേഴ്സാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ട്രെയിലറിൽ ഒന്നും പറയാനില്ല, ഗംഭീരമായ വിഷ്വൽസാണ്. ഗംഭീരമായ വിഷ്വൽസും ഗംഭീരമായ ആക്ഷൻ സീക്വൻസും ആ ഒരു സ്റ്റോറിയുടെ ഒരു ത്രെഡ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് ഈ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ വണ്ടർ വുമണില്ലേ, വണ്ടർ വുമൻ്റെ ഒരു മലയാളത്തിൻ്റെ ഒരു വേർഷൻ പോലെ തോന്നി. വേറൊന്നും കൊണ്ടല്ല, ഈ വണ്ടർ വുമൺ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഡയാന എന്ന് പറഞ്ഞ ഒരു ആമസോണിലെ ഒരു കിങ്ഡത്തിലെ പ്രിൻസസ്സാണ്. ഈ ഡയാന എങ്ങനെ വണ്ടർ വുമൺ ആകുന്നു എന്ന് തന്നെയാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഗാൽ ഗഡോട്ടിൻ്റെ ആ ഒരു കഥാപാത്രം ചേഞ്ച് ഓവർ ആകുന്നത്, അതായത് സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ ഫേസ് ചെയ്ത് ആ ഒരു അമാനുഷികതയിലേക്ക് വരികയാണ്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു വേർഷൻ നമുക്ക് കല്യാണം ചെയ്യുന്ന ചന്ദ്ര എന്ന് പറഞ്ഞ കഥാപാത്രത്തിലും കാണാൻ പറ്റും. ഈ ട്രെയിലറിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഒരു ട്രൈബിനെയൊക്കെ കാണിക്കുന്നുണ്ട്. ട്രൈബിനെ കാണിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടി ഓടിപ്പോകുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിയായിരിക്കും കല്യാണി പ്രദേശിൻ്റെ ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. അപ്പം അത് ഈ പറഞ്ഞ പോലെ സിറ്റുവേഷൻ വരുമ്പോൾ ഫേസ് ചെയ്ത് ഒരു അമാനുഷിക തലത്തിലേക്ക് പോകുന്ന ഒരു പെർസ്പെക്റ്റീവ് കാണിക്കുന്നുണ്ട്. അപ്പം മലയാളത്തിൻ്റെ ഒരു വണ്ടർ വുമൺ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് സസ്പെൻസും ഈ ഒരു ട്രെയിലർ വെച്ചിട്ടുണ്ട്, സിനിമയിലും വെച്ചിട്ടുണ്ടാവും. ഓൾറെഡി തന്നെ പറയുന്നുണ്ടായി, ഈ ഒരു വേഫെയറിൻ്റെ സിനിമാറ്റിക് യൂണിവേഴ്സിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. അതുതന്നെയല്ല, ഇതിൻ്റെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഒരുപാട് ചാപ്റ്ററുകളും വരാനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ദുൽഖർ വരാം, ടൊവിനോ വരാം, ഇനി വേറെ ആരെങ്കിലും സൂപ്പർ താരങ്ങൾ വരാം. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, ഇതിലൊരു ഫ്രെയിമിൽ ചോദിക്കുന്നുണ്ട്, നമ്മുടെ നിഷാന്ത് സാഗറിൻ്റെ കഥാപാത്രം കല്യാണി പ്രിയദർശൻ്റെ കഥാപാത്രത്തിൽ പറയുന്നുണ്ട്, മൂപ്പര് പറയുമെന്ന് ഒരു ഡയലോഗ് പറയുന്നുണ്ട്. ആ ഒരു ഡയലോഗ് പറയുന്ന സീനിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിക്ക് വെച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്ന കാണിക്കുന്നത്. ഇതേ സെയിം സംഭവം തന്നെ നമ്മുടെ ടീസറിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ടീസറിൽ ഞാൻ അന്ന് ചെയ്ത വീഡിയോ പറഞ്ഞു അതൊരു മോഹൻലാൽ ആയിരിക്കാനുള്ള സാധ്യത കൂടുതലെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ ഒരു ട്രെയിലറിൽ കണ്ടപ്പോൾ തന്നെ അതൊരു മോഹൻലാൽ ആകാം എന്നുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞില്ല, ആ ഒരു കഥാപാത്രം എന്തായാലും ഒരു സൂപ്പർ സ്റ്റാർ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന് അത്രയും ഡെപ്ത് കൊടുക്കില്ല. ഈവൻ ചിലപ്പോൾ ആ ഒരു സിനിമ കഴിയുന്നതിൽ കമ്മി അപ്പിയറൻസ് ആയിട്ട് അടുത്ത ചാപ്റ്ററിലേക്കുള്ള ഒരു ലിങ്ക് ആയിരിക്കും ഈ ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. എല്ലാം കൊണ്ട് ഇപ്പം ഡൊമിനിക്കറിൻ്റെ കഥയും അതുപോലെ സംവിധാനവും അതുപോലെ തന്നെ നിമിഷ് രവിയുടെ സിനിമാറ്റോഗ്രഫി, മ്യൂസിക്സ് എല്ലാം ഗംഭീരമാണ്. ഒരു കംപ്ലീറ്റ്ലി പാക്കേജ് എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് ഈ ലോക ചാപ്റ്റർ 1 എന്ന് പറയുന്നത് ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്തൂടെ മിത്തും സൈഫൈ എല്ലാം കൂടെ പോകുന്നുണ്ട്. ഏതായാലും ഒരു ഇമോഷണൽ റൈഡ് കൂടി കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കല്യാണി പ്രദേശിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടർ ആയിരിക്കും ചന്ദ്ര എന്ന് പറയുന്നത് ഉറപ്പാണ്. എഫോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൻ ആക്ഷൻ സീൻസിലൊക്കെ കല്യാണി എടുത്തേക്കുന്ന എഫോർട്ട് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വരാൻ പോകുന്ന ഈ ഒരു സിനിമയിൽ എന്തൊക്കെ സസ്പെൻസ് ഉണ്ടെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്? ഈ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്ന ഒരു വണ്ടർ വുമൻ്റെ ഒരു രീതിയിലുള്ള കഥയാണോ അല്ലെങ്കിൽ മറ്റെന്താണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.